എക്സാം സ്ട്രെസ് ലെവലിനെ പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ദാറ്റ് നിങ്ങൾ ഭയങ്കര ആൻഷ്യസ് ആണ് അബൌട്ട് ദി എക്സാം, പലർക്കും ലോ കോൺഫിഡൻസ് ലെവലാണെന്ന് പറഞ്ഞത് കേട്ടു, പലരും എക്സോസ്റ്റഡ് ആണെന്ന് പറഞ്ഞത് കേട്ടു. നമ്മളൊരു റിവിഷൻ ഫ്രേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ഇത്തരം കൺസേൺസ് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ ആൻഷ്യസ് ആവുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഒരു പരിധി വരെ അത് നമ്മളെ പോസിറ്റീവായിട്ടേ എഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ആ പരിധിക്കപ്പുറം നിങ്ങൾ ആൻഷ്യസ് ആവുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡേ തന്നെ റൂയിൻ ചെയ്യും. സോ എന്താ നമുക്ക് അതിന് ചെയ്യാൻ വേണ്ടി പറ്റുക? ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക, ഡോണ്ട് കോൺസെൻട്രേറ്റ് മോർ ഓൺ ദി ഔട്ട്കം. എക്സാം റിസൾട്ട് അതിനെ പറ്റിയിട്ട് ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഇൻസ്റ്റെഡ് നിങ്ങൾ ഡെയിലി എന്ത് എഫേർട്ട് ഇടുന്നു എന്നുള്ളതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് അത് മാത്രമേ നമ്മളുടെ കൺട്രോളിൽ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ റിവിഷൻ ഫ്രേസ് ആണ്, എല്ലാവരും സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് അസസ്മെൻറ്റ് നടത്തിയിട്ട് മാത്രം സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ എവിടെയാണോ വീക്ക്, അല്ലെങ്കിൽ ഞാൻ എവിടം വരെ എത്തി, ഇനി എനിക്ക് എത്ര ദൂരം പോകണം എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സപ്പോർട്ട് എടുക്കാം, ഫാക്കൽറ്റീൻ്റെ സപ്പോർട്ട് എടുക്കാം. മാക്സിമം ആ സ്റ്റഡി പ്ലാൻ പ്രകാരം സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ഐ നോ മേക്കിംഗ് സ്റ്റഡി പ്ലാൻ എന്നുള്ളൊരു എല്ലാവരും തരുന്നൊരു കോമൺ അഡ്വൈസ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് പറയാനുള്ളത്, ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ഒരു ടു ഡു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഡെയിലി മോർണിംഗ് എണീറ്റിട്ട് ഇന്ന് എന്തൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോപ്പിക്സ് മാത്രം കവർ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. സേ ഫോർ എക്സാമ്പിൾ ഒരു 10 minutes വാക്ക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ആവാം, ജിം ആവാം, ഫുട്ബോൾ ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ ഒരു മെഡിറ്റേഷൻ. ബിക്കോസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ ഫിറ്റായ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചില പിള്ളേർ എക്സാമിനോട് അടുപ്പിച്ചിട്ട് മൊത്തം ഫുൾ ഡേ ഇരുന്ന് അങ്ങ് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ ആൻഡ് എന്താ ഫുട്ബോൾ കളിക്കാൻ പോവാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പോയിന്റാണ്, എൻ്റെ ടൈം പോവില്ലേ, എൻ്റെ ടൈം പഠിക്കേണ്ട സമയം എനിക്ക് പോവുമല്ലേ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ ഇറ്റ് വിൽ റീചാർജ് യുവർ എനർജി. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അതേപോലെ നിങ്ങൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്, സേ ഫോർ എക്സാമ്പിൾ ഫോൺ യൂസേജ് നിങ്ങൾക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ, അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് അറ്റ് ദി എൻഡ് നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഈ ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്യുക എന്നുള്ളത് ഹൈ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്കിപ്പോൾ ഇന്നിപ്പം 10 എണ്ണത്തിൽ 8 എണ്ണേ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഫിസിക്കലി മെൻ്റലി നിങ്ങൾ ഫിറ്റായാൽ മാത്രമേ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ എത്ര സമയം പഠിച്ചു എന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് പഠിച്ചു. ഒരു ദിവസത്തിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എത്ര കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ റൈറ്റ് എമൗണ്ട് ഓഫ് എഫേർട്സ് എടുക്കുക. അല്ലാതെ എക്സാമിനെ പറ്റിയിട്ടോ റിസൾട്ടിനെ പറ്റിയിട്ടോ കോൺസെൻട്രേറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ച് സമയം പോകുക. നമുക്ക് വളരെ കുറച്ച് സമയം എക്സാമിലോട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ടെൻഷൻ അടിച്ച് പോകാൻ സമയമില്ല. സോ ആ ഒരു ടൈം കറക്റ്റ് എമൗണ്ട് ഓഫ് എഫേർട്സ് നിങ്ങൾ അതിനുള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവ് എ ഗുഡ് സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ ചിലപ്പം മാറ്റി വെക്കേണ്ടി വരും, ബട്ട് ഇറ്റ് വർക്ക്. സോ പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചാപ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. സോ വലിയൊരു ലേണിംഗ് ജേർണിയിലെ ചെറിയൊരു പാർട്ടാണ് ഈ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാംസിനെ പറ്റിയിട്ട് വലുതായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. പക്ഷെ നിങ്ങൾ വറി ചെയ്യണം ഇഫ് റൈറ്റ് എമൗണ്ട് ഓഫ് എഫേർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. സോ ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്.